Hello guys, so welcome to today's episode of Chart with TSP. So നമ്മൾ ഇന്ന് ഇവിടെ നിഫ്റ്റി, ഫിൻനിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ടിന്റെ സെറ്റപ്പുകളും ചാർട്ട് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് തരുന്നതും ജസ്റ്റ് നോക്കാൻ പോകുന്നു. സോ നമുക്ക് ക്ലീൻ ചാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ വിൽ സ്റ്റാർട്ട് വിത്ത് നിഫ്റ്റി. ഡെയിലി ക്യാൻഡിൽസ് നോക്കുന്ന സമയത്ത് നിഫ്റ്റിയിൽ നമുക്കിപ്പോൾ കറന്റ്ലി കാണാൻ കഴിയുന്നത് ഒരു ചാനൽ പാറ്റേണിൽ നിഫ്റ്റി താഴേക്ക് ഇങ്ങനെ ജസ്റ്റ് ഡൗൺ ട്രെൻഡിങ് ആയി വന്നുകൊണ്ടിരിക്കുകയായിട്ടാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ കാണാൻ കഴിയുന്നത്. സോ ഈ ഒരു ചാനൽ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് നമുക്ക് ഇങ്ങനെ ഒരു ചാനൽ നിഫ്റ്റിയിൽ കാണാൻ കഴിയുന്നതാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ. സോ ഈ ഒരു ചാനലിന്റെ ടോപ്പ് സൈഡിൽ അല്ലെങ്കിൽ ഈ ഒരു ചാനലിന്റെ ഒരു അപ്പ് സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ അറൌണ്ട് 1979 ആണ് ആ റേഞ്ച്. ആ ഒരു റേഞ്ചിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് തൊട്ടടുത്ത നാളെ ഒരു റിജക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിനെ ഒരു സ്ട്രോങ് ആയിട്ടൊരു ഡെയിലി ക്യാൻഡിൽ ഈ ഒരു ചാനലിനെ ബ്രേക്ക്ഔട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫർദർ അപ്സൈഡിലേക്ക് നമുക്ക് ഒരു മൊമെന്റം നോക്കാൻ പറ്റുന്നതാണ് നിഫ്റ്റിയിൽ. അപ്സൈഡ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് വീണ്ടും ഈ ഒരു ഓൾ ടൈം ഹൈ വരെത്താനുള്ള ചാൻസസ് ഈ ഒരു ചാനൽ ബ്രേക്ക്ഔട്ട് നടന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ ഇൻട്രാഡേ സെറ്റപ്പിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് 15 മിനിറ്റ് പോയി നോക്കി കഴിഞ്ഞാൽ 15 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ കറന്റ്ലി നിഫ്റ്റി ഇപ്പോൾ ബുള്ളിഷ് ആയിട്ട് ഇങ്ങനെ മുകളിലേക്ക് വന്നിട്ടിരിക്കുകയാണ്. അറിയാം, നമ്മുടെ ആ ഒരു ബഡ്ജറ്റ് ആ ഒരു സ്വിംഗ് ലോനെ സ്വീപ്പ് ചെയ്യല്ല, അവിടെ ഒന്ന് കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്തിട്ട് റേഞ്ച് ആയിട്ട് ആ റേഞ്ചിനെ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടാണ് ഇപ്പം മുകളിലേക്ക് നിഫ്റ്റി വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുവാണെങ്കിൽ നമുക്ക് നാളത്തെ ഒരു ദിവസം പ്രോബബിളി ഈ ഒരു ട്രെൻഡ് ലൈൻ, ഈ മുകളിൽ നിന്ന് വരുന്ന ഈ ഒരു ട്രെൻഡ് ചാനൽ പാറ്റേണിന്റെ ടോപ്പ് സൈഡ് ടെസ്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി നിഫ്റ്റിയിൽ കാണാൻ കഴിയുന്നതാണ്. സോ നമ്മൾ വീണ്ടും തിരിച്ച് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നമ്മളുടെ TSP ട്രെൻഡ് അനലൈസറിന്റെ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഇൻഡിക്കേറ്ററിന്റെ ലിങ്ക് ഈ ഒരു ചാനലിന്റെ താഴെ കൊടുത്തേക്കാം, ഈ ഒരു വീഡിയോന്റെ അടി കൊടുത്തേക്കാം. സോ ഈ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങളുടെ ചാർട്ടിലേക്ക് ആഡ് ചെയ്തതിനു ശേഷം ഇവിടെ നമുക്ക് പ്രൊവൈഡഡ് ആയിട്ടുള്ളത് ഒരു 200 EMA ഒരു സോണാണ്. ലൈക്ക് ഈ സോണിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഹൈയും ക്ലോസും ലോയുമാണ് ലാസ്റ്റ് 200 ക്യാൻഡിൽസിന്റെ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന്റെ. കൂടാതെ തന്നെ നമുക്ക് 3 പിവറ്റ് ടൈപ്സ് ഉണ്ട്. സോ സെൻട്രൽ പിവറ്റ് മാത്രമേ ഉള്ളൂ, ഡെയിലി പിവറ്റ് ടൈപ്പ്, വീക്ക്ലി, മന്ത്ലി. സോ ഒരു മന്ത്ലി ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് മന്ത്ലി വ്യൂ നമുക്ക് കാണാൻ കഴിയുന്നത് സെൻട്രൽ പിവറ്റ് റേഞ്ച്, സെൻട്രൽ പിവറ്റ് ലൈൻ അതിങ്ങനെ താഴേക്ക് മന്ത്ലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ മന്തും നമുക്ക് താഴെ തന്നെയാണ് വന്നിട്ടുള്ളത്. സോ പ്രോബബിളി വീണ്ടും ഈ ഒരു ചാനലിന്റെ ടോപ്പിൽ നിന്ന് താഴേക്ക് റിജക്ഷൻ നമുക്ക് CPR വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്, മന്ത്ലി CPR വെച്ചിട്ട്. ഇനി ഇതേ ചാർട്ടിലേക്ക് നമുക്ക് ജസ്റ്റ് 1 അവർ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഇവിടെ നമ്മൾ വീക്ക്ലി പിവറ്റ് ഓൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു വീക്ക്ലി വ്യൂ കാണാൻ കഴിയുന്നത്. സോ ഈ വീക്കില് ലെറ്റ്സ് സീ കുറച്ച് നാൾ ഈ വീക്ക്ലി ഈ ഒരു സോൺ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. കൺസോൾട്ടേഷന് ശേഷം വീണ്ടും ആ ഒരു മോളിൽ നിന്ന് റിജക്ഷൻ വന്നു, സെൽ ഓഫ് വന്നു, വീണ്ടും CPR താഴേക്ക് വന്നു. ഇപ്പോഴും വീക്ക്ലി CPR താഴെ തന്നെയാണുള്ളത്. സോ പ്രോബബിളി നമുക്ക് ഈ വീക്ക് ഈ CPRന്റെ താഴെ ക്ലോസ് ചെയ്യാൻ ഒരു പ്രോബബിലിറ്റിനെ തള്ളിക്കളയാൻ കഴിയില്ല. സോ ഈ ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് റിജക്ഷൻ കിട്ടുവാണെങ്കിൽ നിഫ്റ്റിക്ക് വീണ്ടും താഴേക്ക് വരാം. സോ ഇതേ വ്യൂ ഇനി സെയിം വ്യൂ നമ്മൾ ഡെയിലി CPR വൈസ് നോക്കി കഴിഞ്ഞാൽ, സോ ഡെയിലി CPR നമുക്ക് എന്തൊക്കെ കാണാം, ജസ്റ്റ് ഡെയിലി CPRലേക്ക് മാറ്റിയിട്ട് 15 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് അനലൈസ് ചെയ്യുന്നത്. സോ ഡെയിലി CPRൽ നമുക്ക് ഇവിടെ കറന്റ്ലി 2 വെർജിൻ CPRs ആണുള്ളത്. സോ താഴേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ഇൻട്രാഡേ സെറ്റപ്പിൽ ഈ ഒരു സ്ഥലത്ത് നിന്ന് ചെറിയൊരു റിജക്ഷനോ ഒരു കൺസോൾട്ടേഷനോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ചെറിയൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സോണാണ് ഈ ഒരു വെർജിൻ CPR സോണായിട്ട് വരുന്നത്. സോ ഈ 3 കാര്യങ്ങളാണ് നമുക്കിപ്പോൾ, ഇത്രയും കാര്യങ്ങളാണ് നിഫ്റ്റിയുടെ ഒരു അനാലിസിസിൽ കാണാൻ കഴിയുന്നത്. സോ കറന്റ്ലി ഇൻട്രാഡേ സെറ്റപ്പിൽ ഇത് ബുള്ളിഷ് ആണ്. 200 EMA സോണിന്റെ മുകളിലാണ് 15 മിനിറ്റ്. ഈ മുകളിലേക്ക് ഇനിയും 7950 ആ സോൺ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. സോ ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഞാൻ ഫസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. എന്റെ ഡ്രോയിങ്സ് എല്ലാം മാറ്റിയിട്ട് നമ്മൾ നേരെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ക്ലീൻ ചാർട്ട് എന്താ സംഭവിക്കുന്നത് നോക്കാം. സോ ഇവിടെയും നമുക്ക് ഈ നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ ഒരു മുകളിൽ നിന്ന് ഒരു സ്ലാൻഡഡ് ട്രെൻഡ് ലൈൻ കാണാൻ കഴിയുന്നതാണ് താഴേക്ക്. സോ ബാങ്ക് നിഫ്റ്റിയും ഡെയിലി ടൈം ഫ്രെയിമിൽ മുകളിൽ വരെ ട്രാവൽ ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു 42,000 ആ ഒരു റേഞ്ച് ടെസ്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഹൈ ആണ്.
ഈ അപ്പോൾ ആ ഒരു 42,000 റേഞ്ചിൽ എത്തുന്ന സമയത്ത് തന്നെ ആയിരിക്കും ഈ ട്രെൻഡ് ലൈൻ്റെ ടോപ്പ്. സോ അവിടെ നമുക്ക് ഒരു റിജക്ഷൻ ബാങ്ക് നിഫ്റ്റിയിൽ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഇനി CPRന്റെ വ്യൂ ഈ ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ മന്ത്ലി CPR വ്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മന്ത്ലി CPR ഈ മാസത്തെ CPR ജസ്റ്റ് താഴെയാണുള്ളത്. സോ പ്രോബബ്ലി താഴേക്ക് വരാനുള്ള ചാൻസസ് ഹൈ ആണ്. ഇനി ടൈം ഫ്രെയിം മാറ്റി നമ്മൾ ഓവർ ടൈം ഫ്രെയിം 1 hour ടൈം ഫ്രെയിമിലേക്ക് പോയി വീക്ക്ലി CPR കൂടെ നോക്കിക്കഴിഞ്ഞാൽ ലെറ്റ്സ് സീ വീക്ക്ലി CPR. വീക്ക്ലി CPR പറയുന്നത് ഈ വീക്ക് ബാങ്ക് നിഫ്റ്റി കുറച്ച് ബുള്ളിഷ് ആയിരിക്കും എന്നാണ്. സോ പ്രോബബിലിറ്റീസ് ഹൈ ഈ ട്രെൻഡ് ലൈൻ വീണ്ടും ടെസ്റ്റ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാം. സോ ഈ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്കോ അല്ലെങ്കിൽ ഫെയിലോ അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈനിൽ നിന്നൊരു റിവേഴ്സലോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു പോയിന്റിലെ പ്രൈസ് ആക്ഷൻ, വോളിയം, ബാക്കി OI കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ട്രേഡ് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. കറന്റ്ലി 15 മിനിറ്റ് ആണെങ്കിൽ കൂടെ 1 hourഉം 200 EMA സോണിന്റെ മുകളിലാണ്, 15 മിനിറ്റ് ഓഫ് കോഴ്സ് മുകളിലായിരിക്കും. സോ വി ഹാവ് എ ബുള്ളിഷ് ട്രെൻഡ് ഓൺ ബാങ്ക് നിഫ്റ്റി ആൻഡ് ഇറ്റ് കുഡ് ഗോ ആൻഡ് ടെസ്റ്റ് ദിസ് ട്രെൻഡ് ലൈൻ. ഫിൻ നിഫ്റ്റിയുടെ കേസ് നോക്കുന്ന സമയത്ത് we will start with daily candle clean chart. സോ സെയിം സെറ്റപ്പ് ആണ് ഫിൻ നിഫ്റ്റിയിൽ നമുക്കുള്ളത്. സോ ഒരു മുകളിൽ നിന്ന് സെയിം ട്രെൻഡ് ലൈൻ ഓൾമോസ്റ്റ് ടച്ച് ആവാനായിട്ടുണ്ട്. സെയിം സെറ്റപ്പ് ഫിൻ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് സെയിം സെറ്റപ്പ്, ഈ ഒരു സെയിം ട്രെൻഡ് ലൈനെ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പർ സൈഡിൽ നിന്ന് റിജക്ഷനോ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടിനോ നോക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നമ്മളൊരു മന്ത്ലി CPRന്റെ വ്യൂ കൊടുത്ത് നോക്കുന്ന ടൈമിൽ കാണാൻ കഴിയുന്നത് മന്ത്ലി CPR താഴേക്കാണ്. സോ സ്റ്റിൽ വി ക്യാൻ എക്സ്പെക്ട് എ ക്ലോസ് ബിലോ ദിസ് മന്ത്ലി CPR. അത് പോസിബിൾ ആണ്. ഇനി 1 hour ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ 1 hour ടൈം ഫ്രെയിമിൽ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി വീക്ക്ലി CPR. സോ വീക്ക്ലി CPR ബുള്ളിഷ് ആണ്. സോ ഈ ഒരു അപ്സൈഡിൽ ഈ ഒരു ടാർഗറ്റ് ലൈക്ക് 18,500 സോൺ അല്ലെങ്കിൽ 18,550 ഈ ഒരു സോൺ ടെസ്റ്റ് ചെയ്തിട്ട് റിവേഴ്സ് ആവാനോ ബ്രേക്ക് ഔട്ട് ആവാനോ നല്ലൊരു മൂവ്മെന്റ് താഴേക്ക് മുകളിലേക്കോ കിട്ടാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. സോ ആ ഒരു ടൈമിൽ പ്രൈസ് ആക്ഷൻ റീഡിങ്ങും വോളിയവും OI എല്ലാം കൂടി ചേർത്തിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ലൈവ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വ്യൂ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ആരും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ യു കുഡ് ഡെഫിനറ്റ്ലി ട്രൈ joining our telegram group. So let's see. ഇനി നമുക്ക് ലോവർ ടൈം ഫ്രെയിം ഇൻട്രാഡേ സെറ്റപ്പിലേക്ക് ഫിൻ നിഫ്റ്റിയിൽ വരുന്ന ടൈമിൽ ലെറ്റ്സ് ഗോ ടു ഡെയിലി CPR ആൻഡ് സെയിം സ്റ്റിൽ അബവ് 15 മിനിറ്റ് 200 EMA സോൺ കംഫർട്ടബിളി അബവ് ആണ്. മുകളിലേക്ക് ഇനി സ്റ്റിൽ ഈ ട്രെൻഡ് ലൈൻ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. സോ എല്ലാം ഒരു ബൈ ഓൺ ടിപ്പ് എന്നുള്ളൊരു സെറ്റപ്പിലായിരിക്കും തോന്നുന്നു വെനസ്ഡേയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഒരു ഡെയിലി ക്യാൻഡിൽ വൈസ് നോക്കുവാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കൂടെ വന്നിട്ട് അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ ഒരു വീക്കെങ്കിലും വന്ന് ഈ ഒരു ട്രെൻഡ് ലൈൻ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ചെറിയൊരു മൊമെന്റം നമുക്ക് അപ്സൈഡിലേക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ബാക്കി മാർക്കറ്റ് എവിടെ ഓപ്പൺ ആവുന്നതനുസരിച്ച് മാത്രമേ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. സോ മാർക്കറ്റ് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിഫ്റ്റിയിലാണെങ്കിൽ കുറച്ച് സ്പേസ് ഉണ്ട് മൂവ് ചെയ്യാൻ. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഹൈ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഈ ഓൾമോസ്റ്റ് ആ ട്രെൻഡ് ലൈൻ്റെ അടുത്ത് തന്നെ എത്തും. പിന്നെ അവിടുന്ന് റിജക്ഷൻ വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. മറിച്ച് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് താഴത്തെ സപ്പോർട്ട് ലെവൽസിൽ നിന്ന് നമുക്ക് വീണ്ടും ബൈ അറ്റ് ഡിപ്പ് സെയിം ചെയ്ത് തുടങ്ങാം. അല്ലെങ്കിൽ ഈ ഒരു ലെവലിന്റെ അടിയിൽ ഈ ഒരു സോണിൽ എവിടെയെങ്കിലും നമുക്കൊരു അവരവരുടെ സ്റ്റഡി പ്രകാരം അനുസരിച്ചുള്ള ഒരു എൻട്രി പോയിന്റ്സ് കിട്ടുവാണെങ്കിൽ ബൈ അറ്റ് ഡിപ്പ് ചെയ്യാവുന്നതാണ്, ഓഫ് കോഴ്സ് ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ കൂടെ. സോ ലെറ്റ് സി. ഇനി അഥവാ നല്ലൊരു ബെയറിഷ് മൊമെന്റത്തിലാണ് വരുന്നത് വിത്ത് വോളിയം ഒക്കെ താഴേക്ക് വരുന്ന ടൈമിൽ വിൽ ഹാവ് ടു സീ ദ പ്രൈസ് ആക്ഷൻ ആൻഡ് OI, എന്നിട്ട് മാത്രം നമുക്കൊരു തീരുമാനം എടുക്കുക. ഒന്നും ആന്റിസിപ്പേറ്റ് ചെയ്യാതെ ആ സമയത്ത് മാർക്കറ്റ് എന്താണോ കാണിക്കുന്നത് അതിന് നമ്മൾ റിയാക്ട് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ നോക്കുക. സോ ലൈവ് സപ്പോർട്ടിനായിട്ട് നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പും ലൈവ് ആയിരിക്കും. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ബൈ.